ഹലോ, ഞാൻ വേറൊരു സോപ്പ് മേക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ ബീട്രൂട്ടിൻ്റെ സോപ്പാണ് ഉണ്ടാക്കുന്നത്. ബീട്രൂട്ട് മിൽക്ക് സോപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ മിൽക്കിൻ്റെ ബേസ് എടുത്തിട്ടുണ്ട്. ഞാൻ 500 ഗ്രാം എടുത്തിരിക്കുന്നത്. അത് തന്നെ ചെറിയ പീസുകളാക്കാണ് കേട്ടോ, മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒത്തിരി സമയം എടുക്കും. വെള്ളം ചൂടായപ്പോൾ തിളച്ച് തുടങ്ങിയപ്പോൾ ഞാൻ ബേസ് അതിലിട്ടു. ഞാൻ ഒരു ചെറിയൊരു മീഡിയം സൈസ് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വെള്ളം ചേർത്തിട്ടില്ല, ഒട്ടും വെള്ളം ചേർക്കാണ്ടാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ലേശം കുറച്ച് 1 ടീസ്പൂണോളം ആലോവേറ ജെല്ലും 1/4 ടീസ്പൂൺ റോസ് വാട്ടറും ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂണുകൾ ഗ്ലിസറിനും വെജിറ്റബിൾ ഗ്ലിസറിനും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ 4 ക്യാപ്സ്യൂൾ എടുത്തിട്ടുണ്ട്. വിറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ 4 എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്യുക. മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ ബേസ് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ ആ ലിക്വിഡ് ഒഴിക്കാം കേട്ടോ, ബീട്രൂട്ടിൻ്റെ. ഇത് എത്ര അളവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 500 ml 500 ഗ്രാമിൻ്റെ ബേസിന് ഞാൻ 50 ml ആണ് എടുത്തിരിക്കുന്നത്. അത് ലിക്വിഡും പിന്നെ ആ നമ്മുടെ ഗ്ലിസറിനും എല്ലാതും ചേർത്തിട്ടാണ് കേട്ടോ 50 ml വരുന്നത്. ഞാൻ കളറൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നമുക്ക് ഇതിലേക്ക് ബേസിലേക്ക് ചേർത്തപ്പോൾ നമ്മൾ ഈ ഒരു കളറാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു കളർ പിന്നെ നമ്മൾ സെറ്റായി നമ്മൾ മോഡിലേക്കൊക്കെ മാറ്റി ഉറച്ച് വരുമ്പോൾ തന്നെ വേറൊരു കളറാവും. ഞാൻ റോസിൻ്റെ അരാമ ഓയിലാണ് ചേർക്കണത്. 1 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇപ്രാവശ്യം ഞാൻ വാങ്ങിച്ച ഫ്രാഗ്രൻസ് ഓയിലൊക്കെ നല്ലതായിരുന്നു കേട്ടോ, വളരെ നല്ലതായിരുന്നു. അധികം ഒരുപാട് ചേർക്കേണ്ടതൊന്നും ആവശ്യം വന്നില്ല. ഇത് നമുക്ക് മോഡിലേക്ക് മാറ്റാം കേട്ടോ. ഞാൻ അത് മെൽറ്റായി വരുമ്പോൾ തന്നെ ഞാൻ മോൾഡ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നിറച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുകളിൽ നിറച്ചൊഴിച്ച് കൊടുക്കേണ്ട, അല്ലെങ്കിൽ അത് നിറയെ ഒഴിക്കാണ്ടായി കഴിഞ്ഞാൽ നമുക്കൊന്ന് കട്ടിയാവാത്ത പോലെ ഒന്ന് ഉണ്ടാവും. പിന്നെ ഞാൻ ടീസ്പൂൺ വെച്ച് തന്നെ ആ ബബിൾസ് അത് പതിയും കൂടെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്, ചെറിയ രീതിയിൽ ബിസിനസ്സായി ചെയ്യണ കാരണം കൊണ്ട് തന്നെ നമുക്ക് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യാനാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അത് പുറത്തേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റേതായ നീറ്റ്നെസ്സിൽ കൊടുക്കണമല്ലോ. നമ്മൾ കടയിൽ നിന്ന് ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ എങ്ങനെയാണ് എന്തായാലും ഇതുപോലെ അല്ലല്ലോ കിട്ടുക. അപ്പോൾ അതൊക്കെ മാറ്റി കൊടുക്കണ്ട കേട്ടോ. നമുക്ക് ഇത് നമ്മുടെ സ്കിന്ന് വൈറ്റൻ ചെയ്യാനായിട്ട്, സ്കിൻ വൈറ്റൻ ചെയ്യുന്നതാണ്, വെളുത്തിട്ട് പാറല്ല, നമ്മുടെ ആ ഒരു സ്കിൻ ടോണായിട്ട് നമ്മുടെ സ്കിൻ ടോൺ അതേപോലെ ഒരു നിലനിന്ന് പോകാനും പിന്നെ ഒന്ന് നമുക്ക് ബ്രൈറ്റപ്പ് ആയ പോലെ ആവാനൊക്കെ അടിപൊളിയാണ് കേട്ടോ നമ്മുടെ ഈ സോപ്പ്. കുറച്ച് നാൾ അടുപ്പിച്ച് നമ്മൾ യൂസ് ചെയ്താൽ തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.